Dear students, welcome to Learner's World. In this video, I'm going to talk about Man and Nature in India, the Ecological Balance by Salim Ali. FIUGP, VSc Semester 4, Humanities and Other BA programs under Calicut University. Summary of Man and Nature in India, the Ecological Balance. മനുഷ്യനും പ്രകൃതിയും ഇന്ത്യയിലെ പരിസ്ഥിതി സമത്വം. In the essay, Man and Nature in India, the Ecological Balance, Salim Ali explains the close relationship between human beings and nature and warns about the serious dangers of disturbing this balance. അപ്പോൾ ഈ ഒരു എസ്സേയിൽ സാലിം അലി അദ്ദേഹം പറയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു അടുത്ത ബന്ധത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഈ ഒരു ഇക്കോളജിക്കൽ ബാലൻസ്, ഈ ഒരു പരിസ്ഥിതി സമത്വം നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മനുഷ്യർ ഒരുപാട് പ്രശ്നങ്ങൾ, ഡേഞ്ചേഴ്സ് നേരിടേണ്ടി വരും. He shows how uncontrolled human activities have damaged forest, wildlife and natural resources in India. അതായത് മനുഷ്യരുടെ അമിതമായിട്ടുള്ള ചൂഷണം മൂലം പ്രകൃതിയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് കാടുകൾ അമിതമായിട്ട് നശിപ്പിക്കുന്നത് മൂലം, അതുപോലെ കാട്ടിലെ മൃഗങ്ങളൊക്കെ നശിപ്പിക്കുന്നത് മൂലം, ഈ ഇന്ത്യയിലെ നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതിതരമായിട്ടുള്ള പല ഉറവിടങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യരുടെ കൈക്കടത്തലുകൾ മൂലം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. സാലിം അലി ബിഗിൻസ് ബൈ ഡിസ്ക്രൈബിങ് ഹൗ ഏർലി ഹ്യൂമൻസ് ലിവ്ഡ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു എസ്സേ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ആദിമ മനുഷ്യർ എങ്ങനെയാണ് പ്രകൃതിയെ ഇഷ്ടപ്പെട്ടിരുന്നത്, എങ്ങനെയാണ് വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയൊക്കെ എങ്ങനെയാണ് പ്രകൃതിയിൽ അവർ ജീവിച്ചിരുന്നത്. As agriculture, science and technology developed, humans began to exploit nature excessively. അതായത് കൃഷിയും ശാസ്ത്രവും അതുപോലെ സാങ്കേതിക വിദ്യയൊക്കെ വളർന്നതോട് കൂടിയിട്ട് മനുഷ്യരെന്ത് ചെയ്യാണ്, പ്രകൃതിനെ കുറച്ചും കൂടെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യാൻ തുടങ്ങി. ഫോറസ്റ്റ് were cleared for farming and settlements, leading to the destruction of wildlife habitats. അതായത് കാടുകളൊക്കെ ഫാമിങ്ങിന് വേണ്ടിയിട്ട്, അതായത് കൃഷിക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ സെറ്റിൽമെൻറ്റ്സ്, അതായത് വീടുണ്ടാക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുമൂലം കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് ആ ഒരു വൈൽഡ് ലൈഫ് ഹാബിറ്റേറ്റ്സ്, അതായത് കാടിനുള്ളിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ടാവും, അവരൊക്കെ ഒരു ഡിസ്ട്രക്ഷൻ, ഒരു നാശമാണ് ഇവിടെ സംഭവിക്കുന്നത്. Many animals such as rhinoceros and birds like the pink-headed duck either became endangered or extinct due to habitat loss. അതായത് ഇങ്ങനെ ഈ ഫോറസ്റ്റുകളൊക്കെ ക്ലിയർ ചെയ്യുന്നതിലൂടെ, അതായത് വെട്ടി നശിപ്പിക്കുന്നതിലൂടെ അവിടുത്തെ ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് മൃഗങ്ങൾ അതിൽ വരുന്നതാണ് റൈനോസിറസ്, അതുപോലെ പിങ്ക് തലയുള്ള താറാവ്, അതുപോലെ ഒരുപാട് പക്ഷികൾ, ഇതൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാവുകയാണ്, അവർക്കൊക്കെ വംശനാശം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. The author points out that population growth is one of the main causes of ecological imbalance. അദ്ദേഹം പറയുന്നത് ജനസംഖ്യാ വർധനവ് തന്നെയാണ് ഒരു മെയിൻ കാരണം, അതായത് പരിസ്ഥിതി അസമത്വത്തിനുള്ള, ഇക്കോളജിക്കൽ ഇംബാലൻസിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഓവർ പോപ്പുലേഷനാണ്, ജനസംഖ്യാ വർധനവാണ്. As a human population increases, the demand for land, food and resources also rises. ജനസംഖ്യ വർധനവ് മൂലം നമുക്ക് ലാൻഡ് കൂടുതലായിട്ട് വേണ്ടി വരും, അതുപോലെ ഫുഡ് അതർ റിസോഴ്സസ് ഒക്കെ കൂടുതലായിട്ട് എക്സസീവായിട്ട് വേണ്ടി വരും. അതുമൂലം ആണ് ഈ ഒരു ഇക്കോളജിക്കൽ ഇംബാലൻസ് വരുന്നത്. ദിസ് ലീഡ്സ് ടു ഡിഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് പൊല്യൂഷൻ. ഇതൊക്കെ എന്തിലേക്ക് കാരണമാകും? വനനശീകരണം, മണ്ണൊലിപ്പ്, അതുപോലെ മരുഭൂമീകരണം, അതുപോലെ പൊല്യൂഷൻ, മലിനീകരണം എന്നിവയൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട്. Salim Ali criticizes the misuse of modern technology, including chemical pesticides which destroy benefits insects and birds, causing further imbalance in nature. പിന്നീട് അദ്ദേഹം വിമർശിക്കുന്നുണ്ട് മോഡേൺ ടെക്നോളജി നമ്മൾ മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്, ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അതായത് നമ്മൾ കൂടുതൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, അതായത് കീടനാശിനിയൊക്കെ ഉപയോഗിക്കുക,
കീടനാശിനി ഉപയോഗം മൂലം ഒരുപാട് നല്ല നമുക്ക് ഗുണം ചെയ്യുന്ന ഒരുപാട് കീടങ്ങളുണ്ട്, പ്രാണികളുണ്ട്. ഒരു പക്ഷേ ഇരപിടിയൻ പ്രാണികൾ, ഇരപിടിക്കുന്ന ജീവികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മൾക്ക് ഗുണമാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൃഷി ചെയ്യുന്നിടത്ത് ഇരപിടിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളവിനെ രക്ഷിക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, അതായത് കെമിക്കലായിട്ടുള്ള കീടനാശിനിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നാശം സംഭവിക്കും. ഇതും പ്രകൃതിയിലെ ഇംബാലൻസ്, സന്തുലിതാവസ്ഥ ഇല്ലായ്മക്ക് കാരണമാകും. He emphasizes that nature has its own system of balance, where every species plays an important role. അദ്ദേഹം പിന്നീട് പറയുന്നത് പ്രകൃതിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥയുണ്ട്, ഒരു ബാലൻസ് ഉണ്ട്. അവിടെ എല്ലാ സ്പീഷ്യസും വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. വെൻ വൺ സ്പീഷ്യസ് ഡിസപ്പിയേഴ്സ് ഇറ്റ് എഫക്ട്സ് എ എൻ്റർ എക്കോസിസ്റ്റം. അവിടെ ഒരു സ്പീഷ്യസ് ഇല്ലാതായാൽ തന്നെ ആ ഒരു മുഴുവൻ ജൈവ വൈവിധ്യത്തെ അത് ബാധിക്കും, ആ ഒരു ആവാസ വ്യവസ്ഥനെ തന്നെ ബാധിക്കും. The destruction of predators, for example, causes an increase in harmful rodents and insects. അതായത് ഇര പിടിക്കുന്ന കുറച്ച് ജീവികളുണ്ട്, കുറച്ച് പ്രാണികളുണ്ട്. ഇവക്ക് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയൊരു പ്രശ്നമാണ് സംഭവിക്കുന്നത്. അതായത് ഇരപിടിയന്മാരില്ലാതെ ആയിക്കഴിഞ്ഞാൽ അതായത് വീണ്ടും അതായത് ഈ വിളവൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രാണികളും എലികളൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വലിയൊരു നാശനഷ്ടത്തിലേക്കാണ് പോകുന്നത്. സാലിം അലി സ്ട്രെസ്സസ് ദ അർജൻറ്റ് നീഡ് ഫോർ കൺസർവേഷൻ. അദ്ദേഹം പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഇതിനൊക്കെ പ്രിസർവ് ചെയ്യണം, ഇതിനൊക്കെ സംരക്ഷിക്കണം. ഹി ബിലീവ്സ് ദാറ്റ് പ്രൊട്ടക്റ്റിംഗ് ഫോറസ്റ്റ്, വൈൽഡ് ലൈഫ് ആൻഡ് നാച്ചുറൽ ഹാബിറ്റാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ സർവൈവൽ. മനുഷ്യരുടെ അതിജീവനത്തിന് ഇതൊക്കെ അത്യാവശ്യമാണ്. അതായത് കാടിനെ സംരക്ഷിക്കുക, കാടിലുള്ള മൃഗങ്ങളെയും പ്രകൃതിയുടെ ഉറവിടങ്ങളെയൊക്കെ സംരക്ഷിക്കുക, ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഹി ഓൾസോ സജസ്റ്റ് കൺട്രോളിങ് പോപ്പുലേഷൻ ഗ്രോത്ത് ബൈ ലേണിംഗ് ഫ്രം നേച്ചേഴ്സ് റീപ്രൊഡക്റ്റീവ് ലിമിറ്റ്സ്. അതുപോലെ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത്, ജനസംഖ്യാ വർധനവ് കൺട്രോൾ ചെയ്യുക. അതിലൂടെ നമുക്ക് ഒരുപാട് പ്രകൃതിയിലെ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് പ്രിസർവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. In conclusion, the essay is a strong warning that humans must respect natural laws. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷനിൽ പറയുന്നത് ഈ ഒരു എസ്സേ നമുക്കൊരു വാർണിംഗ് നൽകുകയാണ്. നമ്മൾ മനുഷ്യർ നാച്ചുറൽ ലോസ്, പ്രകൃതിയുടെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം, നമ്മൾ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മൾ അമിതമായിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതായത് നമ്മുടെ ഹ്യൂമൻ സർവൈവലിന് പ്രകൃതി അത്യാവശ്യമാണ്, പ്രകൃതിയിലെ റിസോഴ്സസ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പോപ്പുലേഷൻ ഗ്രോത്ത് കൺട്രോൾ ചെയ്ത്, അതുപോലെ പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം കുറച്ച്, അങ്ങനെ നമുക്ക് പ്രകൃതിനെ രക്ഷിക്കാം. ഇഫ് ഇക്കോളജിക്കൽ ബാലൻസ് ഈസ് നോട്ട് റിസ്റ്റോർ, ഹ്യൂമാനിറ്റി ഇറ്റ്സെൽഫ് വിൽ ഫേസ് ഡിസാസ്റ്റർ. അതായത് ഈ ഒരു ഇക്കോളജിക്കൽ ബാലൻസ്, ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു സന്തുലിതാവസ്ഥ, ആ ഒരു സമത്വം ഇല്ലാതായി കഴിഞ്ഞാൽ മനുഷ്യർ വലിയൊരു നാശത്തിലേക്കാണ് പോകുന്നത്. സാലിം അലി urges responsible use of natural resources to protect the environment for future generations. അതായത് അദ്ദേഹം പിന്നീട് നമ്മളെ ഉപദേശിക്കുകയാണ്, നമുക്ക് ഈ ഒരു പ്രകൃതിയെ, നമുക്ക് പ്രകൃതിയിലെ റിസോഴ്സസ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊരു വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അത് നമ്മളെ ഫ്യൂച്ചർ ജനറേഷനിൽ കൂടെ അത് എഫക്റ്റ് ചെയ്യും. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം.